യൂട്യൂബിൽ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് മോൻ വാശി പിടിച്ച് എന്നെക്കൊണ്ട് തയ്യാറാക്കിച്ചതാണ് കേട്ടോ എഗ് ബുർജി. പക്ഷേ ഇത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവുന്നില്ല. അതിൽ അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാനപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 3 മുട്ടയാണ് കേട്ടോ. നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് എഗ്ഗ് എടുക്കാവുന്നതാണ് കേട്ടോ. ഇത് തയ്യാറാക്കുന്നത് ഞാനും മോനും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവൻ വീഡിയോ ഒക്കെ പിടിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അവൻ വീഡിയോ പിടിക്കുമ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും കേട്ടോ. വളഞ്ഞും തിരിഞ്ഞും ചെരിഞ്ഞും ഒക്കെ ആയിട്ടാണ് അവൻ പിടിക്കുക. വന്നിട്ട് അങ്ങനെ 3 മുട്ട ഉടച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. യൂട്യൂബിൽ ഈ വീഡിയോ കണ്ടപ്പോൾ അവനക്ക് കൊതി വന്നിട്ട് അപ്പോൾ തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് കേട്ടോ അത്. പിന്നെ അവൻ കുറേ സോപ്പ് ഇട്ടു. അമ്മ ഇത് വീഡിയോ എടുത്തിട്ട് നമുക്ക് യൂട്യൂബിൽ ഇടാം, കുറേ വ്യൂസും സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടും, ഫേമസ് ആവും എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ മടി പിടിച്ചിരുന്നില്ല, അവൻ്റെ കൂടെ തന്നെ ഇതൊക്കെ തയ്യാറാക്കാൻ നിന്നു. അങ്ങനെ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എഗ്ഗും ഉപ്പും മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം മാറ്റി വെക്കുന്ന ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു സവാള, ഒരു തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില, ഇതെല്ലാം സ്മോൾ സൈസായിട്ട് അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നതൊന്നും കാണിക്കില്ല, എല്ലാതും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും ചതക്കല്ല കേട്ടോ ചെയ്തിരിക്കുന്നത്, ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിരിക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇനി ചട്ടി ചൂടാക്കാൻ വെക്കുക, വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. അപ്പോൾ അവൻ ചെയ്തതാണ് കേട്ടോ ചട്ടിയിലിട്ടിട്ട് വെളിച്ചെണ്ണ ഇങ്ങനെ ഇട്ട് തിരിക്കണതൊക്കെ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മുടെ സവാളയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ആദ്യം സവാള ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് കഴിഞ്ഞാൽ ഒരു 15 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചതില്ലേ, അതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി സവാള ഒരു ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ട. അപ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നുവെച്ചാൽ ആ സവാളയുടെ കുത്തുമണമൊക്കെ പോകാൻ വേണം. അതിന് ശേഷം നമ്മുടെ തക്കാളി അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മണം വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ. വന്നിട്ട് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു നുള്ളിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇതൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് പൊടികൾ ആഡ് ചെയ്യണ ഭാഗം മോളാണ് കേട്ടോ വീഡിയോ പിടിച്ചത്. അവളാണെന്ന് വെച്ചാൽ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടായില്ല. എല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ ഭാഗം ഇല്ല. രണ്ടാമതും പിന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ, അത് കാരണമാണ് കേട്ടോ പറയുന്നത്. കാണിക്കാൻ പറ്റില്ല പൊടികൾ ആഡ് ചെയ്യണത്. മനസ്സിലായിരുന്നു വിചാരിക്കുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ വന്നിട്ട് കുരുമുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഇതൊക്കെയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ കുത്തുമണം പോണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഗരം മസാലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. മറ്റുള്ള പൊടികളൊന്നും വീഡിയോ പിടിച്ചില്ല, വീഡിയോ ഓണാക്കാൻ മറന്നു. ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചില്ലേ, അത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായി കൊത്തിപ്പൊരി പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമ്മുടെ ചോറിൻ്റെ കൂടെ ചപ്പാത്തി, ബ്രെഡ്, അതിൻ്റെ ഒക്കെ കൂടെ കഴിക്കാം കേട്ടോ. നമ്മുടെ പ്ലേറ്റ് കാലിയാവണ വിധം അറിയില്ല, അത്രത്തോളം ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. പോകാണ്. ഓക്കേ.